നല്ലവരായ എല്ലാ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഈ ഡോറിൽ വുഡ് ഗ്രെയിൻസ് വരയ്ക്കുന്നതിൻ്റെ ചില ട്രിക്കുകൾ ആണ്. ഇതിന് ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫ്ലാറ്റ് ബ്രഷാണ് സൈഡിലെ ലൈൻ ചെയ്യുന്നതിനായിട്ട്. നമ്മുടെ സാധാരണ പെയിൻറ്റ് കടയിൽ നിന്നും കിട്ടുന്ന ഫൈബറിൻ്റെ ഹെയറുള്ള ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ ഈ യൂസ് ചെയ്ത് സൈഡിലെ ലൈനുകൾ കൊടുക്കുന്നത്. സാധാരണയായി ഗ്രെയിൻസ് ചെയ്യുമ്പോൾ രണ്ട് മെത്തേഡിലാണ് ഞാൻ ഈ ഗ്രെയിൻസ് വർക്ക് ചെയ്യുന്നത്. ആദ്യം സെൻറ്ററിൽ നിന്ന് തുടങ്ങി സൈഡിലേക്ക് പോകുന്നതും അല്ലെങ്കിൽ സൈഡ് വശം തീർത്തതിന് ശേഷം സെൻറ്റർ വശം ചെയ്യുന്ന ആ ഒരു മെത്തേഡാണ് ഞാൻ രണ്ട് രീതി എന്ന് ഉദ്ദേശിച്ചത്. ഇതിപ്പോൾ ചെയ്തിരിക്കുന്നത് രണ്ട് സൈഡ് തീർത്തതിന് ശേഷം സെൻറ്റർ വശം ചെയ്യുന്ന ഒരു രീതിയാണ്. എന്നിരുന്നാലും സൈഡ് ഫിനിഷിംഗ് അല്ല, സെൻറ്റർ ചെയ്തതിന് ശേഷം സൈഡ് വശം നമ്മൾ ബാലൻസ് ചെയ്യാൻ ശ്രമിക്കും. ഇതിൻ്റെ PS ടേക്ക് എന്ന കളറാണ് ഇതിന് ബേസ് കോട്ടായിട്ട് അടിച്ചിരിക്കുന്നത്. സ്പ്രേ ചെയ്തിരിക്കുകയാണ്. അത്യാവശ്യം പരുക്കളൊക്കെ തീർത്ത് ന്യായമായി നല്ല രീതിയിലുള്ള പെയിൻറ്റിങ് വർക്കുകളാണ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ നടുവശം വരയ്ക്കുന്നതിനായിട്ട് ഞാൻ ഒരു 8-ൻ്റെ ഒരു ഫ്ലാറ്റ് ബ്രഷാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിൻ്റെ കളർ മിക്സിംഗ് എന്ന് പറയുന്നത് സാറ്റൻ ബ്രൗണും ഗോൾഡൻ ബ്രൗണും ശകലം യെല്ലോയും ബ്ലാക്കും മിക്സ് ചെയ്തിട്ടാണ് ഇതിൻ്റെ കളർ മിക്സിങ്, ഗ്രെയിൻസിനുള്ള കളർ മിക്സിങ് ചെയ്തിരിക്കുന്നത്. വുഡ് ഗ്രെയിൻ ചെയ്യുമ്പോഴത്തേക്കിനും ഞാൻ സാധാരണ ഈ രണ്ട് രീതിയിൽ കളർ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. ഒന്ന് അല്പം ഡാർക്കായിട്ടും ഒന്ന് അല്പം ലൈറ്റായിട്ടും. കൂടാതെ അല്പം ബ്ലാക്ക് ഇനാമലോ ഓക്സൈഡോ അതും കൂടെ കരുതാറുണ്ട്. ഈ 3 കളർ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഷെയ്ഡുകൾ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഗ്രെയിൻസിൻ്റെ ലൈൻ കൊടുത്തതിന് ശേഷം ഒരു 3-4 സെക്കൻഡ് നമ്മൾ ഇതൊന്ന് ടൈം കൊടുക്കും. അതിനുള്ള ഒരു ഉണക്ക് മതി. അന്നേരത്തേക്കിനും ഇതൊന്ന് വാടി വരും. അപ്പോൾ നമ്മൾ 2.5 ഇഞ്ച് സൈക്കോയുടെ 2.5 ഇഞ്ച് ബ്രഷാണ് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ബ്രഷിന് പതുക്കെ തട്ടി കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്ന് ലയിച്ച് വുഡ് ഗ്രെയിനിൻ്റെ മോഡലുള്ള നാരുകൾ പോലെ നമ്മളെ ഫീൽ ചെയ്യിക്കാൻ അത് സഹായിക്കും. സൈക്കോ എന്ന കമ്പനിയുടെ പച്ചപ്പിടിയുള്ള ബ്രഷാണ് ഞാൻ ഇങ്ങനെ ലയിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത്. പച്ചപ്പിടി എന്ന് പ്രത്യേകം പറയാനായിട്ട് ഇതിൻ്റെ റെഡ് കളറിലുള്ള പിടി ഉള്ള ബ്രഷും വരുന്നുണ്ട്. പക്ഷേ അതിന് ഇത്ര ഒരു സ്മൂത്ത് ആയിട്ട് ഫീൽ ചെയ്യത്തില്ല. പച്ച കളറിലെ പിടി ഉള്ളതാണ് നല്ല ഒരു ബ്രഷ്, മൗണ്ടൻ സൈക്കോ. തുടർന്ന് ഇവിടെ ഒരു വാട്ടർ പേപ്പർ കോണിച്ചിട്ട് ഞാൻ ഈ ഗ്രെയിൻസിൻ്റെ സൈഡ് വഴി ഒരു ചെറിയ ഒരു ലെയറിങ് കൊടുക്കുന്നുണ്ട്. ലൈറ്റായിട്ട് ഒരു ഫീല് ചെയ്യിക്കാൻ വേണ്ടി ചെറിയ ലെയറിങ്. അത് നിങ്ങളുടെയൊക്കെ ഇഷ്ടത്തിനും മനോധർമ്മത്തിനും അനുസരിച്ച് നമുക്ക് യഥാവിധി അത് ഓരോരുത്തരുടെ ഒരു കലാവാസനയ്ക്ക് അനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ ഒറിജിനൽ വുഡ് ഉള്ളതുകൊണ്ട് അത് കുറച്ച് ഡാർക്ക് ഷെയ്ഡ് ആയതുകൊണ്ടാണ് ഇവിടെ ഞാൻ കൂടുതലായി ഇച്ചിരി ഡെപ്ത് കൂട്ടിയിട്ടാണ് മുഴുവൻ വരച്ചിരിക്കുന്നത്. പിന്നെ കുറേ ആൾക്കാർ കൂടുതലായിട്ട് ഒരു പ്രശ്നം നേരിടുന്നതാണ്. അത് എനിക്ക് പേഴ്സണലി ഒരുപാട് പേര് കമൻറ്റ് ചെയ്ത് വിളിച്ച് മെസ്സേജ് അയച്ച് ഒക്കെ ചോദിക്കാറുള്ളത്, ഈ വുഡ് വരച്ച് കഴിയുമ്പോൾ ഓരോ പീസും നോക്കുമ്പോൾ വളരെ നല്ലതായിരിക്കും, പക്ഷേ മൊത്തത്തിൽ ഒരു ഡോറിൽ നോക്കുമ്പോഴത്തേക്കിനും ഒരു വല്ലായിക ഫീൽ ചെയ്യാറുണ്ട്. അതെന്താണെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പം അതിനുള്ള ഒരു മറുപടി കൂടെ ഈ കൂടെ പറയാം. നമ്മൾ സാധാരണയായിട്ട് ഗ്രെയിൻസ് വരയ്ക്കുമ്പോൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ട വ്യത്യസ്തമായിട്ടുള്ള ഒരു ഡിസൈനുകൾ വരയ്ക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ ആവരുത് ഒരിക്കലും. എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ വുഡ് വരയ്ക്കുമ്പോൾ ഒരു പീസിൽ നിന്നും അടുത്ത പീസിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ ബാലൻസ്, ഇപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം, ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഞാൻ വരച്ചിരിക്കുന്നതും ആ മുകളിലുള്ള പീസിൻ്റെ ബാലൻസ് ഭാഗം താഴേക്ക് വരുന്ന ഒരു രീതിയിലാണ്, അതിൻ്റെ ബാലൻസ് പലകയായിട്ടാണ് താഴെ വരച്ചിരിക്കുന്നത്. ഈ റൈറ്റ് സൈഡിലും ഞാനിപ്പോൾ വരച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ഒരു കഴിവ് വെച്ചിട്ട്
അതിൻ്റെ ബാലൻസ് വരയ്ക്കാനാണ് ഞാനിവിടെ ശ്രമിച്ചിരിക്കുന്നത്. അങ്ങനെ ചെയ്താലുള്ള ഗുണം ലാസ്റ്റ് മൊത്തത്തിൽ ആ ഡോർ നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ബഹളം എന്നുള്ളൊരു ഫീലിംഗ് വരത്തില്ല. അല്ലെങ്കിൽ ലൈനുകളുടെ ഒരു ഭയങ്കര ബഹളമായിട്ട് നമുക്കതൊരു ഫീലാവും. അത് അരോചകരമായിരിക്കാം. ഇത് SD-യുടെ PS ടാഗാണ് ബേസ് അടിച്ചിരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് കുറച്ച് അതിൻ്റെ പുറത്ത് വരയ്ക്കുന്നതിന് ഇച്ചിരി പ്രയാസമാണ്. ഇത് ഫാസ്റ്റാണ്. ഇതിൻ്റെ പുറത്ത് ഉണങ്ങുന്നത് വളരെ ഫാസ്റ്റായിട്ടാണ്. ഞാൻ മണ്ണെണ്ണ ഉപയോഗിച്ചിട്ടാണ് ഞാൻ ഈ വരയ്ക്കാനുള്ള ഗ്രെയിൻസ് കളർ ലൂസ് ചെയ്യാൻ ഉപയോഗിച്ചത്.